ടൈം ടേബിൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ ലളിതമാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് ടൈം മെഷീൻ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എൻ്റെ ലാൻഡിംഗ് പേജിലെത്തുന്നു. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ 8 ഘട്ടങ്ങളിവിടെ ഉണ്ട്. ആദ്യം ബേസിക് സെറ്റിങ്സിൽ പോകുന്നു. ബേസിക് സെറ്റിങ്സിൽ സ്കൂളിൻ്റെ പേര്, അക്കാഡമിക് ഇയർ, പിന്നെ സ്കൂളിലെ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓഫ് ആക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും. അപ്പോൾ നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെയാണെങ്കിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ, ഓരോ ദിവസത്തെയും രാവിലത്തെ അവർ, ഉച്ചയ്ക്ക് മൊത്തം അവർ, രാവിലത്തെ അവറുകൾ, ലഞ്ച് എത്ര പീരീഡിന് ശേഷമാണ്. ഇപ്പോൾ 4 കൊടുത്തു കഴിഞ്ഞാൽ 4 പീരീഡിന് ശേഷം ലഞ്ച് എന്നാണ് അർത്ഥം. അതേപോലെ താഴെ അസംബ്ലി, ഏതെങ്കിലും സ്ഥിരമായിട്ട് ഏതെങ്കിലും ദിവസം ഏതെങ്കിലും പീരീഡ് അസംബ്ലി ഉണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പോർട്സ് സ്ഥിരമായിട്ട് ഒരേ ഡേറ്റാണ് എല്ലാ ക്ലാസ്സിനെങ്കിൽ മാത്രം ഇവിടെ എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ മാനുവൽ അലോട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് പോയിട്ട് സ്പോർട്സിൻ്റെ PET എന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അത് ആ ഭാഗത്ത് നമ്മൾ പറയാം. ഇത്ര എണ്ണത്തിന് കഴിഞ്ഞാൽ സേവ് സെറ്റിങ്സ് കൊടുക്കുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ക്ലാസ് സെറ്റിങ്സാണ്. ക്ലാസ് സെറ്റിങ്സിൽ നമ്മൾ ഇവിടെ ഉള്ള ക്ലാസ്സുകളുടെ പേര് കൊടുക്കലാണ്. നമ്മൾ പരമാവധി നമ്മളെ സ്കൂളിലെ ക്ലാസ്സുകൾ മൊത്തം കൊടുക്കണം. ഇപ്പോൾ C1 +1 ആണ്. കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ആഡ് ക്ലാസ്, കൊമേഴ്സ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ അടുത്തത് C2 ക്ലാസ്, കൊമേഴ്സ് തന്നെയാണ്. അത് സെക്കൻഡ് ഇയർ ആണ്. കൊമേഴ്സ് ആഡ്. ഇവിടെ ഒരു ക്ലാസ് ചാർജ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ ബ്ലാങ്ക് ആക്കി ഇടുകയാണ്. കാരണം ഇപ്പോൾ ടീച്ചേഴ്സിന് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ക്ലാസ് ചാർജ് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ടീച്ചേഴ്സിനെല്ലാം ആഡ് ചെയ്ത ശേഷം പിന്നീട് ഇവർക്ക് തിരികെ വന്ന് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷൻ എല്ലാം എഡിറ്റബിളാണ്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളോട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ സബ്ജക്ട്സ് ആണ്. സബ്ജക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യം ഞാൻ മലയാളം ആഡ് ചെയ്യുന്നു. മലയാളം ആദ്യം ഫുൾ നെയിം, പിന്നെ നമുക്ക് ഷോർട്ടായിട്ടുള്ള നെയിം കൊടുക്കണം. മലയാളത്തിൽ ഇപ്പോൾ 4 പീരീഡാണ് ആഴ്ചയെങ്കിൽ തിയറിയാണ്. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും മലയാളം ഉണ്ട്. എല്ലാ ക്ലാസ്സിലും മലയാളം ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിനും ഒന്നിച്ച് സെലക്ട് ചെയ്യാം. ആഡ് സബ്ജക്റ്റ്, ഇപ്പോൾ മലയാളം ഒന്നിച്ച് ആഡ് ചെയ്യും. ഇനി അടുത്തത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് ഞങ്ങൾ കൊടുത്തു, ചുരുക്കിയിട്ട് ACC എന്ന് കൊടുത്തു. അക്കൗണ്ടിങ് 2 വിധത്തിലുണ്ട്. അക്കൗണ്ടിങ് തിയറി ഉണ്ട്, അക്കൗണ്ടിങ് പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് തിയറി എന്നുള്ളത് ഞാൻ അക്കൗണ്ടിങ് T എന്ന് ഇട്ടു. അത് 4 പീരീഡ് തിയറിയും, അത് C2 ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിലാണ് തിയറിയും പ്രാക്ടിക്കലും. അപ്പോൾ സെക്കൻഡ് ഇയർ C2 മാത്രം. ഇനി അക്കൗണ്ടിങ് അതേപോലെ നമ്മൾ പ്രാക്ടിക്കലുണ്ട്. അക്കൗണ്ടിങ് P എന്ന് ഞാൻ കൊടുത്തു. ACC പ്രാക്ടിക്കൽ P എന്ന് കൊടുത്തു. അത് 2 പീരീഡാണ് ആഴ്ചയിൽ, 2 അവർ. അതേ ലാബ് എന്ന രീതിയിൽ സേവ് ചെയ്തു. അത് C2 ക്ലാസ്സിലാണ് ആഡ് ചെയ്തു. ഇനി അറബിക്ക് ARB എന്ന് കൊടുത്തു. 4 പീരീഡാണ്, 4 പീരീഡൊക്കെ തിയറിയാണ്. അറബി എല്ലാ ക്ലാസ്സിലും ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. അതേപോലെ കുറച്ച് ക്ലാസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി CS എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 പീരീഡ് ആണെങ്കിൽ 6 എന്ന് കൊടുത്തു. ഹിസ്റ്ററി H1 മാത്രമുള്ളത് അവിടെ കൊടുത്തു. ഇനി അതേപോലെ തന്നെ മറ്റുള്ളവർ അക്കൗണ്ടിങ് നേരത്തെ നമ്മൾ 4 പീരീഡിൽ അക്കൗണ്ടിങ് ആണ് കൊടുത്തത്. അക്കൗണ്ടിങ് ഫസ്റ്റ് ഇയറിനാണെങ്കിൽ ലാബില്ല. അപ്പോൾ ഫസ്റ്റ് ഇയറിന് നേരത്തെ കൊടുത്ത തിയറി പറ്റില്ല, അവർ വ്യത്യാസമുണ്ട്. അപ്പോൾ C1 ക്ലാസ്സിലേക്ക് വേണ്ടിയ വേറെ അക്കൗണ്ടിങ് ആഡ് ചെയ്യണം. അത് വ്യത്യസ്ത അവരുടെ സബ്ജക്റ്റ് വ്യത്യസ്തമായിട്ട് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ടിങ് മനസ്സിലാവുന്നതിന് വേണ്ടി +1 എന്നുള്ള അർത്ഥത്തിലേക്ക് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. +1 അത് 6 പീരീഡുള്ളതാണ്. നേരത്തെ തിയറി നമ്മൾ 4 പീരീഡായിരുന്നു. ഇവിടെ നമ്മൾ മൊത്തം അക്കൗണ്ടിങ് 6 പീരീഡ് തിയറിയാണ്. അത് C1 ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ക്ലാസ്സും ആ സബ്ജക്റ്റും കൂടെ ലിങ്ക് ആയിട്ടുണ്ടാവുക. സബ്ജക്റ്റ് ഇങ്ങനെ നമ്മൾ എല്ലാ സബ്ജക്ട്സും ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി ടീച്ചേഴ്സ് സെക്ഷനിലേക്ക് പോവാം. ടീച്ചേഴ്സ് സെക്ഷനിൽ നമ്മൾ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ അധ്യാപകരെ ആഡ് ചെയ്യുന്ന, ഇപ്പോൾ അധ്യാപകൻ്റെ ഷോർട്ട് നെയിം യുണീക്ക് ആയിരിക്കണം. പിന്നെ ഒരു ഫുൾ നെയിം എന്തായാലും പ്രശ്നമില്ല. ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് പരമാവധി ഒരു 3 പീരീഡിൽ 4 പീരീഡ് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ അലോട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം എത്ര വേണമെന്നുള്ള കറക്റ്റ് നോക്കിയിട്ട് വേണ്ടിട്ട് നമ്മൾ 25-30 കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും അവറുകൾ കാണുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം കൂടുതൽ അവറുകൾ അലോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടാവിട്ട് ആവശ്യമുള്ളത് മാത്രം അവിടെ കൊടുക്കുക. ആളെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ താഴെ ക്ലാസ് സബ്ജക്റ്റും കൂടി വെക്കണം. സബ്ജക്ട്സ് ഏതൊക്കെ, ഞാനിപ്പോൾ C1 അക്കൗണ്ടിങ് എടുക്കുന്നു. ആ C1 ക്ലാസ്സിൻ്റെ മാത്രം ഇവിടെ കാണിക്കും. ആഡ്. ഇനി C2
C2-ൽ അക്കൗണ്ടിങ് തിയറി എടുക്കുന്നു. അതേപോലെ C2-ൽ അക്കൗണ്ടിങ് പ്രാക്ടിക്കൽ എടുക്കുന്നു. അപ്പോൾ 3 സബ്ജക്റ്റ് എൻ്റെ പേരിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഇനി ഇവിടെ അവൈലബിലിറ്റിയാണ്. തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോകുന്ന അധ്യാപകർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓഫാക്കിയിടുക. അതേപോലെ തിങ്കളാഴ്ച രാവിലെ ആരെങ്കിലും ഓഫാക്കുകയാണെങ്കിൽ ഓഫാക്കിയിടുക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കൊടുത്തെങ്കിലേ ഒരു ടീച്ചർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആഡ് ചെയ്തു. ഒരു ടീച്ചർ ആഡ് ചെയ്താൽ താഴെ കാണാൻ പറ്റും. അതേപോലെ അടുത്ത ടീച്ചറെ നമ്മൾ വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അധ്യാപകനോട് ആഡ് ചെയ്യുന്നു. പിന്നെ 6 പീരീഡുള്ള 6 പീരീഡല്ല, പരമാവധി 3 പീരീഡ് അല്ലെങ്കിൽ 4 പീരീഡൊക്കെ കൊടുക്കുക. 24 പീരീഡാണെങ്കിൽ ഓക്കെ. അദ്ദേഹം ഫിസിക്സ് അധ്യാപകനാണെങ്കിൽ S1-ൽ നമ്മൾ ഫിസിക്സ് ആഡ് ചെയ്തിട്ടില്ല. S2-ൽ ഫിസിക്സ് ആഡ് ചെയ്തിട്ടുണ്ടാവുമോ നോക്കുക. സബ്ജക്റ്റ് ആഡ് ചെയ്തത് കാണാൻ പറ്റുമോ നമുക്കപ്പോൾ. ഫിസിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് ആദ്യം ആഡ് ചെയ്യണം കേട്ടോ. ഫിസിക്സ് ഉദാഹരണത്തിന് അവിടെ ഫിസിക്സ് നേരത്തെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അധ്യാപകന് ഫിസിക്സ് 6 പീരീഡ് ആണെങ്കിൽ തിയറി, ഇപ്പോൾ തിയറി നേരത്തെ പറഞ്ഞ തിയറി ലാബും തരംതിരിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഞാൻ S1-ലും S2-ലും കൊടുത്തു. ഇനി വീണ്ടും ടീച്ചേഴ്സ് സെക്ഷനിൽ വന്നപ്പോൾ ഒരു അധ്യാപകൻ നമ്മൾ നേരത്തെ നോക്കിയത് ആഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ കൊടുത്താലേ ഇവിടെ കാണുമെന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം പരമാവധി 3 പീരീഡ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് S1-ൽ ഫിസിക്സ് അദ്ദേഹം എടുക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ആഡ് S2-ലും ഫിസിക്സ് എടുക്കുന്നു. ഫിസിക്സ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ സേവ് ചെയ്യുക. പിന്നെ അധ്യാപന അടുത്തത് വേറൊരു അധ്യാപനം മലയാളവും അറബിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. മലയാളം കൊടുക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. മലയാളം ഇപ്പോൾ നമ്മൾ S1-ൽ മലയാളം എടുക്കുന്നു. C1-ലും അദ്ദേഹം മലയാളം എടുക്കുന്നുണ്ട്. ആഡ് ചെയ്തു. ഇനി സേവ് ചെയ്തു. ഒരു അറബിക് അധ്യാപനോട് നമുക്ക് ആഡ് ചെയ്യാം. അറബിക് അധ്യാപകനെ കൂടി ആഡ് ചെയ്താൽ നമുക്കത് നോക്കാം. അറബിക് അധ്യാപകൻ S1-ലും അറബിക് എടുക്കുന്നു. C1-ലും അറബിക് എടുക്കുന്നു. ഇങ്ങനെ ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ കുറച്ച് സബ്ജക്ട്സ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഷെയർഡ് സബ്ജക്ട്സ് ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് ലാംഗ്വേജിനാണ് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ ക്ലാസ് തന്നെ ഇപ്പോൾ 2 സബ്ജക്ട്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കും മലയാളവും ഇപ്പോൾ C1 S1 കൂടിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് C1 S1 എന്നൊരു പേര് ഇവിടെ കൊടുത്തു. എന്തെങ്കിലും ഒരു പേര് ആ ഗ്രൂപ്പിന് കൊടുക്കണം. ഒരു ആഴ്ചയിൽ 4 പീരീഡ് ആണെങ്കിൽ ഇവിടെ മസ്റ്റ് റൺ സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് അവർ ഇടാനും വേണ്ടിയിട്ടില്ല. ഒന്നും ചെയ്യേണ്ട, അവിടെ കിടക്കട്ടെ. S1-ലും C1-ലാണ് ഒരേ സമയത്ത് നമുക്ക് അലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 2 ക്ലാസ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് സബ്ജക്റ്റ് മലയാളം അധ്യാപകന് ആഡ് പാരലൽ സബ്ജക്റ്റ് അറബിക്കാണ് പിന്നെ വരുന്നത്. അറബിക്ക് അറബിക്കിൽ ഇഷക്ക് എന്നുള്ള പേര് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. തൽക്കാലം എടുക്കട്ടെ, ആഡ് നമുക്ക് ചെയ്യാം. ആ സബ്ജക്റ്റ് സ്വാഭാവികമായിട്ട് അവിടെ വരും. ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും ആ സബ്ജക്റ്റ്. അപ്പോൾ അത് സേവ് ഷെയർഡ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇതേപോലെയാണ് നമ്മൾ ഷെയർഡ് ഗ്രൂപ്പ്സ് നമ്മൾ ആഡ് ചെയ്യുക. ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്ട്സും എല്ലാ ടീച്ചേഴ്സിനും ആഡ് ചെയ്യണം. ഇവിടെ ചില പ്രശ്നങ്ങൾ വരുന്നത് ഫുൾ നമ്മൾ ആഡ് ചെയ്യാതെ നമ്മൾ ഉദാഹരണത്തിന് 1 2 ഒക്കെ എടുക്കുന്നതുകൊണ്ട് മിസ്സായി പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ക്ലാസ്സുകളും സബ്ജക്ട്സും ടീച്ചേഴ്സും എല്ലാം ഫുൾ ആഡ് ചെയ്തിട്ട് മാത്രം ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ പോകാൻ ശ്രമിക്കണം. നമ്മൾ അടുത്ത ഘട്ടത്തേക്ക് പോവാണ്. മാനുവൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ടൈം ടേബിൾ ഇടാനുള്ളൊരു ഓപ്ഷനാണ്. അവിടെ രണ്ട് പർപ്പസ് ഉണ്ട്. ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ മാനുവലായിട്ട് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് അവൈലബിൾ ആയിട്ടുള്ള അവറുകൾ ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം മലയാളം അറബിക്ക്, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ 1 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ അവിടെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളങ്ങനെ ഒന്നെവിടെയും ഒന്ന് മാറ്റിയിടാൻ പറ്റില്ല. നമ്മൾ ഷെയ്ഡ് കൊടുത്തോണ്ടുള്ള മെച്ചാണത്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നേരത്തെ മലയാളം 4 എന്നുള്ളത് ഇനി പോകുമ്പോൾ 3 ആയി മാറി. 1 കൊടുത്തു കഴിഞ്ഞാൽ 3 ആവും. അടുപ്പിച്ച് കൊടുക്കണമെന്നല്ല, കൊടുക്കുമ്പോൾ നമുക്ക് എണ്ണം കാണാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇനി 2 ആയി. കണ്ടോ, അങ്ങനെ കുറഞ്ഞ് വരും. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പർപ്പസ് ഇതിലുണ്ട്. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും. പിന്നെ ഇതിൽ വരുന്ന വേറെ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ അതായത്
അവറുകൾ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. അത് കൂടാതെ ഇവിടെ ഫിസിക്സ് കാണിക്കുന്നുണ്ട് 6. അത് എനിക്ക് താഴെ വേണമെങ്കിൽ അടുത്ത ഇവിടെ പിന്നെ ഇവിടെ സബ്ജക്ട്സ് കൊടുക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ വീണ്ടും പറയുന്നത്. ലാസ്റ്റ് ഒരു PT ഓഫ് ഇങ്ങനെ 2 റൂട്ട് കാണുന്നുണ്ട്. PT ചില സ്കൂളുകളിലൊക്കെ പല പീരീഡുകളിലായിരിക്കും PT. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയാണ് ഈ പീരീഡാണ് PT എങ്കിൽ നമുക്കവിടെ PT അവിടെ വയ്ക്കാം. PT അവിടെ നിൽക്കട്ടെ വയ്ക്കാം. മാനുവലിൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പീരീഡുകൾ ഓഫാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വരേണ്ടതുണ്ടെങ്കിൽ അതിനാണ് ഈ ഓഫ് സിസ്റ്റം കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ മാനുവൽ ടൈം ടേബിളിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ടൈം ടേബിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഫ്രഷായിട്ട് തുടങ്ങും. ഫ്രഷായിട്ട് തുടങ്ങുമ്പോൾ ഈ ഇട്ടൊന്നും കാണില്ല. ഫ്രഷായിട്ടല്ല നമ്മൾ വെക്കുന്നതെങ്കിൽ, നമ്മൾ മാനുവലിൽ തുടർച്ചയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് തുടർച്ചയായിട്ട് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മാനുവൽ ടൈം ടേബിൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓട്ടോമാറ്റിക് ടൈം ടേബിളാണ്. ഓട്ടോമാറ്റിക് ടൈം ടേബിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആ മാനുവൽ ടൈം ടേബിൾ വേണമെങ്കിൽ വേറെ മറ്റൊരു കാര്യം കൂടി ചെയ്യാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞാണ് ഈ ലാബ്. ഇപ്പോൾ ലാബൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിലായിരിക്കും സ്വീകരിച്ചു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് പ്രാക്ടിക്കൽ ഞാനിവിടെ 2 പീരീഡ് അടുപ്പിച്ചിട്ടു. പ്രാക്ടിക്കൽ ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എടുത്താൽ കാണില്ല, അവിടെ 0 ആണ്, ഉണ്ടല്ലേ, അവിടെ ആക്റ്റീവല്ല. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ 2 പീരീഡ് അടുപ്പിച്ചാണ് പ്രാക്ടിക്കൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സിസ്റ്റത്തിനോട് ഇടാൻ പറഞ്ഞ സിസ്റ്റം ചിലപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് 2 പീരീഡ് അടുപ്പിച്ചിടും ലാബാണെങ്കിൽ. പക്ഷേ എവിടെയെങ്കിലും ഒരു ഇഷ്ടമുള്ളിടത്തായിരിക്കും ഇടുക. അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നമുക്ക് സൗകര്യപ്രദമായ PT ഏതാണോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇവിടെ മാനുവലിൽ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ സംരക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മോട് ചോദിക്കും, ജനറേറ്റ് ടൈം ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും കണ്ടിന്യൂസ് ഫ്രം പ്രീവിയസ് മാനുവൽ ടൈം ടേബിൾ അലോക്കേഷൻ. അതായത് പഴയത് നിലനിർത്തിക്കൊണ്ട് പുതിയത് അതിന് തുടർച്ചയായിട്ട് ഇടുന്നോ അതോ സ്റ്റാർട്ട് ഫ്രം ഫ്രഷ് ആണോ വേണ്ടത്. നമുക്ക് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കണ്ടിന്യൂ ഫ്രം പ്രീവിയസ് കൊടുത്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടൈം ടേബിൾ ഇട്ടു. ഇപ്പോൾ കുറേ മിസ്സിങ് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സബ്ജക്ട്സും ഫുൾ ആഡ് ചെയ്തതുകൊണ്ടാണ്. ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞു. ഈ വ്യൂ റിപ്പോർട്ട്സ് ഇവിടെ എടുത്താൽ മതി, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് പോയിട്ടും കാണാം. ഇപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഇട്ട് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇത് ടീച്ചർ വ്യൂ ആണ്, അല്ലെ ക്ലാസ് വ്യൂ ആണ്. ക്ലാസ് ഇങ്ങനെ മാറ്റി കൊടുക്കാം. പല ക്ലാസ്സുകൾ മാറ്റി അങ്ങനെ വരും. ഒന്നുമില്ലാത്തത് ഇവിടെ കൊടുക്കാത്തതുകൊണ്ടാണ്. അടുത്ത ടീച്ചർ വ്യൂ. ഓരോ ടീച്ചർക്ക് എത്ര ഇട്ടു എന്നുള്ളത് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വീക്ക്ലി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഒരാഴ്ചത്തെ മൊത്തം. അതേപോലെ വീക്ക്ലി പ്ലസ് വ്യൂ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒപ്റ്റിമൈസ് അലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ. ഒപ്റ്റിമൈസ് അലൊക്കേഷൻ എന്ന് പറയുക ഏതെങ്കിലുമൊക്കെ അവറുകളിലൊക്കെ മിസ്സായി കിടക്കും, പല കണ്ടീഷൻസ് അവൈലബിലിറ്റി ഇല്ലാതെ. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂടെ ഉണ്ട് ഫിനിഷ് ചെയ്യും. അതാണ് ഒപ്റ്റിമൈസ് അലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ പിന്നെ വീക്ക്ലി വ്യൂ ഇവിടെ ക്ലാസ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇത് അങ്ങോട്ടോട്ട് മാറ്റാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്ട്സ് അങ്ങോട്ട് കൊണ്ടും വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അങ്ങോട്ട് പരസ്പരം സ്വാപ്പ് ചെയ്യപ്പെടും. ആ രീതിയിലേക്ക് ഇവിടെ മാറ്റം ഈ ക്ലാസ് വ്യൂവിൽ മാത്രമാണുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് മേലെ അവൈലബിൾ ആണ്. PDF ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എക്സലിലേക്ക് ആ രീതിയിലൊക്കെ എല്ലാം ഉണ്ട്. അത് മാനുവലിലുള്ള റിപ്പോർട്ട്സ് മാനുവലിൽ മാത്രമേ കിട്ടുകയുള്ളൂ. മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആവുക. ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സ് ഈ റിപ്പോർട്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലുള്ള ടൈം ടേബിളിലെ റിപ്പോർട്ട്സ് മാത്രമാണ്. മാനുവലിൽ നേരിട്ട് പോയി നോക്കേണ്ടി വരും. ഇതാണ് ഈ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.